ഒരു മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഉള്ള ഒരു രാഷ്ട്രത്ത് അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ അവർ അവരുടെ സ്വത്വത്തിന്റെ പേരിൽ സംഘടിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ചരിത്രം തന്നിട്ടുള്ള പാഠം. അങ്ങനെ അല്ലാതെ അതിഭീകരമായ ഒരു ജനാധിപത്യ ബോധം കൊണ്ട് ഇന്നേ വരെ അത് സാധ്യമായിട്ടില്ല. സാധ്യമാവുന്ന ഒരു കാലത്തേക്ക് നമുക്ക് ഈ കോൺസെപ്റ്റ് ഇല്ലാതാവുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ, അതിഭീകരമായ ജനാധിപത്യ ബോധം കൊണ്ട് ലോകത്തൊരിടത്തും ന്യൂനപക്ഷങ്ങൾ അധികാരത്തിൽ പങ്കാളികളായിട്ടില്ല, അധികാരത്തിൽ വന്നിട്ടില്ല എന്നാണ്. പങ്കാളികളായിട്ടില്ല എന്നല്ല, അധികാരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിൽ പങ്കാളികളായിട്ടുണ്ട്, ബ്രിട്ടനിൽ അധികാരത്തിൽ പങ്കാളികളായിട്ടുണ്ട്, അമേരിക്കയിൽ പങ്കാളികളായിട്ടുണ്ട്, ഈവൻ ഇസ്രായേലിൽ പോലും പങ്കാളികളായിട്ടുണ്ട്. ഇസ്രായേലിൽ ഇപ്പോഴും മുസ്ലിം മന്ത്രിമാരുണ്ട്, മുസ്ലിം ജഡ്ജിമാരുണ്ട്. അങ്ങനെ അധികാരത്തിൽ പങ്കാളികളാകാൻ ന്യൂനപക്ഷങ്ങൾക്ക് ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യ ബോധമുള്ളത് കൊണ്ട് യാതൊരു കേടുപാടും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. എന്നാൽ ചേച്ചിക്ക് വേണ്ടത് അതല്ല. ഇപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പങ്കാളിത്തം ഇല്ലാത്തത്? അത് BJP-യിൽ മുസ്ലിങ്ങൾ ചേരുന്നില്ല, അല്ലെങ്കിൽ BJP മുന്നണിയിൽ ചേരുന്നില്ല. ഇനി വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോൺഗ്രസിന്റെ ഘടകകക്ഷികളും ശക്തി പ്രാപിക്കുകയും അതിലൂടെ അധികാരത്തിലെത്തുകയും ചെയ്യുക, അല്ലെങ്കിൽ BJP മുന്നണിയിൽ ചേരുക. ഇതാണ് ഒരു മാർഗമുള്ളൂ, മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ചേച്ചി പറഞ്ഞതിലേക്ക് വന്നാൽ, ന്യൂനപക്ഷങ്ങൾക്ക് അധികാരം ലഭിക്കുന്നതിന് മതത്തിന്റെ പേരിൽ സംഘടിക്കുകയും മതത്തിന്റെ പേരിൽ അധികാരത്തിൽ വരികയും ചെയ്യണം. അങ്ങനെ അധികാരത്തിൽ വന്ന് മതരാഷ്ട്രം സ്ഥാപിക്കണം. ഇത് ആരുടെ ആശയമാണ്? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബ്ദുൽ ആല മൗദൂദിയുടെ ആശയമാണ്. അപ്പോ ലീഗ് എന്താണ്? ലീഗ് എന്ന് പറയുന്നത് ആട്ടിൻ തോലിട്ട ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇത് മനസ്സിലാകാത്ത ആളുകളെ നമുക്ക് VD സതീശൻ എന്ന് വിളിക്കാൻ തൽക്കാല നിർവാഹമുള്ളൂ. എല്ലാ സതീശന്മാരെയും ചേർത്ത് കോൺഗ്രസ് എന്നും വിളിക്കാം.